4 കളറിനെ കുറിച്ച്, ദൈവത്തിന്റെ ആലയത്തിലും പ്ലസ് പുരോഹിതന്മാരുടെ വസ്ത്രത്തിനും യൂസ് ചെയ്യുന്നത് 4 കളറുകളാണ്. 4 കളറുകൾ. ഏതൊക്കെ കളറുകളാണ് യൂസ് ചെയ്യുന്നത്? പർപ്പിൾ, വൈറ്റ് ലിനൻ, സ്കാർലറ്റ് ആൻഡ് ബ്ലൂ. നിങ്ങൾ ഈ വേർഡും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ആലയത്തിലും പുരോഹിതന്മാരുടെ വസ്ത്രത്തിനും യൂസ് ചെയ്തേക്കുന്നത് 4 കളറിലുള്ള നൂല. 4 കളറിലുള്ള നൂല. റൈറ്റ്. നമ്മൾ അടുത്ത വേർഡ് നമ്മൾ കണ്ടായിരുന്നു. ഇതിന്റെ വാതിൽ എവിടെയായിരുന്നു? കിഴക്ക് വശത്ത. ഓർക്കുന്നുണ്ടോ? ഞാൻ അവിടെ പറഞ്ഞായിരുന്നു വാതിൽ കിഴക്ക് വശത്ത. എന്തും കൊണ്ടാണ് വാതിൽ കിഴക്ക് വശത്ത് വരാനുള്ളതിന്റെ കാരണം എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നിയ സൂചിപ്പിച്ചു. നിങ്ങൾ ടാബർനാക്കിളിന്റെ സ്റ്റഡികൾ നോക്കിയേ, കിഴക്ക് വശത്ത് മാത്രമാ വാതിൽ. കിഴക്ക് വശത്ത് മാത്രമേ ഉള്ളൂ വാതിൽ. ഒറ്റ വാതിലേ ഉള്ളൂ അകത്ത് കയറാൻ, കിഴക്ക് വശത്ത് മാത്രം. അതും ആ വാതിലിൽ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. ആ കർട്ടൻ 4 കളറിനെ കാണിക്കുന്നതാണ്. 4 കളറിനെ. ആ കർട്ടനിൽ കൂടെ മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എന്തോ അത് കാണിക്കുന്ന 4 കളർ യേശു കർത്താവിനെ കാണിക്കുന്നു. പിന്നീട് ഇനി അകത്തോട്ട് കയറും തോറും കർത്താവിനെ കുറിച്ചുള്ള മിസ്റ്ററി നമുക്ക് കിട്ടുക. കർത്താവിനെ കുറിച്ചുള്ള മിസ്റ്ററി നമുക്ക് കിട്ടുക. റൈറ്റ്. ഇനി നമുക്ക് ആ ഗേറ്റിന്റെ കാര്യങ്ങളും ഇന്ന് അതിന്റെ ടാബർനാക്കിളിന്റെ അളവുകളും ബാക്കിയുള്ളതെല്ലാം നമുക്ക് പഠിക്കാം. റൈറ്റ്. സോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 10:9. ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഓക്കെ, ഈ വാതിലിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് പോവാം. ഈ വാതിലിനെ കുറിച്ച്, ഈ വാതിലിന് ടോട്ടലി നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കണം. എനിക്ക് തോന്നുന്നു രണ്ടാമത് വീണ്ടും ഞാനത് അല്പം കൂടെ കഴിയുമ്പോൾ അത് പറയും. ഈ വാതിലിന് കണ്ടോ, ഫ്രണ്ട് സൈഡിൽ ഈസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കണ്ടോ, ഈസ്റ്റ് സൈഡ്. ഞാനിവിടെ ഈസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ? നിങ്ങൾ എല്ലാവരും കാണാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഓഡിയോ ശബ്ദം കേൾക്കാമോ? ഓക്കെ, ഈസ്റ്റ് സൈഡ്. റൈറ്റ്. സോ നിങ്ങൾ എപ്പോഴും ടാബർനാക്കിളിനെ കുറിച്ച് പഠിക്കുമ്പം അതിൻ്റെ എപ്പോഴും ഈ കോമ്പസ്, അതിൻ്റെ ദിശകൾ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ദിശകൾ. കാരണം ഓരോ ഫർണിച്ചർ വെക്കുന്നതിനും അടുക്കുകളുണ്ട്, ഓരോ കാര്യത്തിനും അതിൻ്റെ ദിശയുണ്ട്, അതിൻ്റെ കോമ്പസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈസ്റ്റ് സൈഡിലാണ് വാതിൽ. ഈസ്റ്റ് സൈഡിലെ വീതി എത്രയാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. ഈസ്റ്റ് സൈഡിലെ ഇതിൻ്റെ വീതി 50 മുഴം വീതി. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചിട്ട് പോകാം. റൈറ്റ്. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം. നമുക്ക് ഈ വേർഡ് നമ്മൾ വീണ്ടും വരും. ഞാൻ ഇതിന്റെ വാതിലും തൂണും മാത്രം എടുത്ത് പറയാൻ വേണ്ടിയാണ്, പക്ഷെ ഇതിന്റെ മെഷർമെന്റ് എല്ലാം അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. എക്സഡസ് ചാപ്റ്റർ 27 വേഴ്സ് 14-16. 14 തൊട്ട് 16 വരെ 27-ാം അധ്യായം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. യെസ് ടീച്ചറെ, 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 13-ാമത്തെ വാക്യം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിന്റെ വീതി 50 മുഴമായിരിക്കണം. നമുക്ക് ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും. ടീച്ചർ, അതൊന്നും നമുക്ക് നോക്കിയിട്ട് പോവാം. ഇതിന്റെ കിഴക്കേ വശത്തെ വീതി എന്ന് പറയുന്നത് 50 മുഴം വീതി. ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറഞ്ഞ മെഷർമെന്റിനെ കുറിച്ച് പറയുന്നത് ക്യൂബിറ്റ്സ് എന്നാ പറയുന്നത്, ക്യൂബിറ്റ്സ്. അപ്പം ഇന്നത്തെ അളവുകളല്ല പഴയ നിയമത്തിൽ ദൈവം അന്ന് ഇസ്രായേൽ മക്കളോട് പറയുന്ന അളവുകൾ. ഞാൻ അന്നത്തെ അളവുകളും കൂടെ ഒരു വേർഡ് പറഞ്ഞിട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അന്നത്തെ അളവുകളും കൂടെ നമുക്ക് അടുത്തൊരു സ്ലൈഡും കൂടെ നോക്കിയിട്ട് പോകാം. തിരിച്ച് നമുക്ക് പുറകിലോട്ട് പോകാം. ഓക്കെ, അളവുകൾ എന്തുവാണ്? ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്യൂബിറ്റ്സ് അല്ലെങ്കിൽ മുഴം, ചാൺ എന്നൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത്. എന്തുവാ ഈ ക്യൂബിറ്റ്സും ഇന്നത്തെ മെഷർമെന്റുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുവാ? ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു ക്യൂബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കണക്ക് കൂട്ടുന്നത് കൈയുടെ മുട്ട് തൊട്ട് ഏറ്റവും മേളിലെ ടിപ്പ് വരെയാണ്. കൈയുടെ മുട്ട് തൊട്ട് ഏറ്റവും മേളത്തെ ടിപ്പ് വരെയാണ് ഒരു മുഴമെന്ന് ബൈബിളിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ടാബർനാക്കിളിന്റെ പണിക്ക് വേണ്ടി കണക്ക് കൂട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മുഴം എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ, കൈയുടെ ഒരു മുട്ടിന്റെ മുട്ട് തൊട്ട് മേളിലെ ടിപ്പ് വരെ ഒരു മുഴം. അതിന് ജനറലി
ഓരോരുത്തരുടെ കൈ ഓരോ 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 ലെങ്താ. അപ്പം അതിന് പക്ഷെ ജനറലി അത് കണക്ക് കൂട്ടുന്നത് 18 ഇഞ്ച് 18-22 വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്റ്റഡിക്കകത്ത്. പക്ഷെ ജനറലി ആൾക്കാർ എടുക്കുന്നത് 18 ഇഞ്ചസ്. അതിനെ ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 1.5 ഫീറ്റ്. ഒരു ക്യൂബിറ്റ് എന്ന് പറയുമ്പം 1.5 ഫീറ്റ്. അത് ജനറലി കൺവേർട്ട് ചെയ്തേക്കുന്ന കേട്ടോ. ഓരോരുത്തരുടെ കൈയുടെ നീളത്തിന് വ്യത്യാസമുണ്ട്. അപ്പം അതാ അവര് പഠിപ്പിക്കുന്ന സമയത്ത് അത് പറഞ്ഞിരിക്കുന്ന 18-22 ഇഞ്ചസ് വരെയാണ്. പക്ഷെ അത് 18 ആണ് എടുക്കുന്നത്. 18 ഇഞ്ചസ് അല്ലെങ്കിൽ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 1.5 ഫീറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അപ്പം 50 മുഴം വീതി എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ അളവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിഴക്കേ വശത്തിന്റെ വീതി എത്രയാണെന്നറിയാമോ? 75 ഫീറ്റ്. 75 ഫീറ്റ്, 75 ഫീറ്റ്. ഞാനിപ്പോ ഒരു സൈഡിലെ അളവ് മാത്രം പറഞ്ഞ് അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും, അതിന്റെ തൂണുകൾ ഉൾപ്പെടെ പഠിക്കും. അപ്പൊ ഈ വാതിലിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ 75 ഫീറ്റ് ഉള്ള വീതിയുള്ള ഈ ഒരു കിഴക്ക് വശത്ത് 10 തൂണുകളുണ്ട്. 10 തൂണുകൾ. അതിൽ 10 തൂണുകളിൽ 4 തൂണുകളുടെ മേലാണ് ഈ ഗേറ്റ് ഉള്ളത്. 4 തൂണുകളുടെ മേലാണ്. 4 തൂൺ. ഓക്കെ, ഇനി നമ്മൾ ആ വായിച്ച വാക്യം വായിക്കാമോ? ഇത് ഞാൻ പറയുന്ന ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതിന്റെ പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. ഓക്കെ, അതെവിടെയാ പറഞ്ഞേക്കുന്നത്? ആ വാക്യം നോക്കിപ്പാ. ഇതിന്റെ സൈഡിൽ ഞാൻ ഈ മൗസ് വെക്കുന്ന നിങ്ങൾ കാണാമോ? ഈ കർട്ടന്റെ റൈറ്റ് സൈഡിൽ, കർട്ടൻ കഴിഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിൽ 3 തൂണുകളും അവിടെ 15 മുഴം. നിങ്ങൾ കണക്ക് വേണം എഴുതി വെച്ചു. ഇവിടെ 15 മുഴം 15 മുഴവും 3 തൂണും അവിടെ മറശ്ശീലയും വേണം. അപ്പൊ അവിടുത്തെ കണക്ക് 15 മുഴം. നിങ്ങളിപ്പോ മുഴത്തിൽ തന്നെ എഴുതി വെച്ചു. എന്നിട്ട് നമുക്ക് ടോട്ടലി നോക്കാം 50 മുഴം ഉണ്ടോ എന്ന് നോക്കാം. 15 മുഴം അതിന്റെ കർട്ടന്റെ റൈറ്റ് സൈഡിൽ, അവിടെ 3 തൂണ്. ഇനി കർട്ടന്റെ ലെഫ്റ്റ് സൈഡിലും 15 മുഴം 3 തൂണ്. നടുക്ക് 20 മുഴം 4 തൂണ്. എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. കണ്ടോ? ഇപ്പം എത്ര മുഴമായി? 15 + 15 + 20 50 മുഴം. അപ്പം ഇതിന്റെ വാതിലിന്റെ വീതി എത്ര? 20 മുഴം. പക്ഷെ അവിടെ മെൻഷൻ ചെയ്തേക്കുന്ന കണ്ടോ? 4 തൂണും 4 കളറും. 4 തൂണുകളും 4 കളറും ചിത്രീകരിക്കുന്നത് കർത്താവിന്റെ സുവിശേഷത്തെയാണ് പുതിയ നിയമത്തിൽ ചിത്രീകരിക്കുന്നത്. കണ്ടോ? 4 തൂണുകൾ 4 കളറുകൾ. ആ 4 തൂണുകൾ സുവിശേഷം എന്ന ആ തൂണുകളിൽ കൂടെ മാത്രമേ, ആ 4 കളറുകളിൽ കൂടെ മാത്രമേ മനുഷ്യന് അകത്തേക്ക് കയറാനും കൃപാസനത്തിലേക്ക് എത്താനും പറ്റത്തുള്ളൂ. അപ്പം ഈ സൈഡിലെ വീതി ഞാൻ ഒന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഒരു പക്ഷെ തിരിച്ചു പറയായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. 10 തൂണുകൾ, അതിന്റെ ഒരു സൈഡിൽ 3 തൂണ്, കർട്ടന്റെ ഒരു സൈഡിൽ 3 തൂണ്, അടുത്ത സൈഡിൽ 3 തൂണ്. അവിടെ 15 മുഴം വീതിയാണ് അതിനുള്ളത്, ആ കർട്ടൻ കഴിഞ്ഞിട്ടുള്ളതിനുള്ളത്. കർട്ടന്റെ വീതി, ആ തിരശ്ശീല ഇട്ടേക്കുന്നതിന്റെ വീതി 20 മുഴം 4 തൂണുകൾ. ടോട്ടലി 50 മുഴം വീതിയാണ് കിഴക്ക് വശത്തെ ദൈവത്തിന്റെ ആലയത്തിന്റെ ആ സൈഡിനുള്ളത്. 50 മുഴം വീതി. 20 മുഴമാണ് അതിന്റെ വാതിൽ. 20 മുഴത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ 30 ഫീറ്റാ. 4 പില്ലർ 4 കളർ. ഇനി ഒരു വേർഡും കൂടെ നിങ്ങൾ നോട്ട് ചെയ്തു. അവിടെ ആ വാക്യത്തിൽ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, അതിനകത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം. ചിത്രത്തയ്യൽ പണി. അതിനകത്ത് വേറൊരു ഡിസൈൻ വരാൻ വേണ്ടി
എംബ്രോയിഡറി വർക്കാണ്. പക്ഷെ എന്നാൽ പോലും ദൈവം ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട് കെരൂബുകളെ ചിഹ്നമായിട്ട് കൊത്തി ഉണ്ടാക്കണമെന്ന്. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ 4 കളറും കൊണ്ട് ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനകത്ത് വേറെ ഒരു ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മിക്കവാറും മാതള നാരകം എന്നൊക്കെ അതിന്റെ ഒന്നും ചിഹ്നമില്ല. ജസ്റ്റ് കെരൂബുകളുടെ പിക്ചർ ഇല്ല, ഒന്നുമില്ല. അതിനെ 4 നൂലുകളും കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു കർട്ടൻ. അപ്പൊ നിങ്ങൾ അത് എഴുതി വെക്കണേ, അവിടെ മീനിങ് ഉണ്ട്. ഇവിടെ ചിത്രപ്പണി ഒന്നുമില്ല, കയറി വരുന്നത് ചിത്രപ്പണി ഒന്നുമില്ല. റൈറ്റ്, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. 4 പില്ലർ, 4 കളർ, അതിന്റെ വീതി 20 ക്യൂബിറ്റ്സ് അല്ലെ 30 ഫീറ്റ്. ഇനി ഈ സ്ലൈഡ് നമ്മൾ അല്പസമയം നിർത്തി പഠിക്കും. റൈറ്റ്, നിങ്ങളിപ്പോ കിഴക്കേ വശത്തെ കിഴക്ക് വശം പഠിച്ചു. അപ്പം അവിടെ എത്രയാണ് അതിന്റെ വീതി ഉള്ളത്? 50 മുഴം വീതിയാണ് ടാബർനാക്കിളിനുള്ളത്. ഇനി അതിന്റെ നീളം എത്രയാന്ന് ഞാൻ പറയാൻ പോകും. അതിന്റെ നീളം, ടാബർനാക്കിളിന്റെ നീളം 100 മുഴം നീളം. അതിന്റെ ഈ 9-ാം വാക്യം തൊട്ട് വായിച്ചാട്ടെ. 9-ാം വാക്യം തൊട്ട് വായിച്ചാട്ടെ. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം. തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. യെസ്, അവിടെ നിർത്തിക്കാട്ടെ. അത് മതി ടീച്ചറെ, ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. പക്ഷെ അതിന്റെ വീതി ഞാൻ ഇതിനകത്ത് ഞാൻ എടുത്തു തരാം. ടോട്ടലി ഇതിന്റെ നീളം, പ്രാകാരത്തിന്റെ നീളം 100 മുഴം നീളം. അപ്പൊ 100 മുഴത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ, ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ആയെന്ന് അറിയാമോ? 150 ഫീറ്റ്. 150 ഫീറ്റ്. 50 മുഴം വീതി എന്ന് വെച്ചാൽ 75 ഫീറ്റ് വീതി. ഇതിന് ഒരു സൈഡിൽ, ഈ നോർത്ത് സൈഡിൽ, നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നോർത്ത് സൈഡിൽ 20 തൂണുകൾ വേണം. 20 തൂണുകൾ. ആ തൂണിന്റെ ഹൈറ്റ് 5 ക്യൂബിറ്റ്സാ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. 5 ക്യൂബിറ്റ്സ്. ഞാൻ ക്യൂബിറ്റ്സ് എന്നോ മുഴമെന്നോ പറയുമ്പോൾ അത് ബൈബിളിൽ മെൻഷൻ ചെയ്തേക്കിരുന്ന മെഷർമെന്റാ. ആ തൂണുകളുടെ ആ ഹൈറ്റ് 5 മുഴം. 5 മുഴം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് പ്രകാരം 7.5 ഫീറ്റാ. 7.5 ഫീറ്റാണ്. 20 തൂണുകൾ. ആ 20 തൂണുകളുടെ ഹൈറ്റ് 7.5 ഉയരമാണ് അതിനുള്ളത്. അതിന് അത്രയും സൈഡിൽ ഒരു പിരിച്ച പഞ്ഞിനൂലും കൊണ്ട്, പിരിച്ച പഞ്ഞിനൂലിന്റെ കളർ പറഞ്ഞേക്കുന്നത് വൈറ്റ് കളറാണ്. ആ വൈറ്റ് കളറും കൊണ്ട് അവിടെ ഒരു മറശ്ശീല വേണം. ആ 20 തൂണുകളിലും ചേർത്ത് ഒരു മറശ്ശീല വേണം. നിങ്ങൾക്ക് ഇപ്പം കിട്ടി. അതിന്റെ നീളം എത്ര? 100 മുഴം അല്ലെങ്കിൽ 150 ഫീറ്റ്. ആ തൂണിന്റെ ഹൈറ്റ് എത്ര? 5 മുഴം അല്ലെങ്കിൽ 7.5 ഫീറ്റ്, 7.5 ഫീറ്റ്. ആ സൈഡിൽ ഒരു വലിയ മറശ്ശീല, വെള്ള തുണി, പിരിച്ച പഞ്ഞിനൂലും കൊണ്ടുള്ള വെള്ള തുണി വെച്ചത് മറച്ചിട്ടുണ്ട്. അപ്പം വെളിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് അകത്ത് നടക്കുന്നത് എന്തുവാണെന്ന് കാണാൻ പറ്റത്തില്ല. ഒരു സൈഡിൽ, വീതിയുടെ സൈഡിൽ 10 പില്ലർ, ഇങ്ങേ സൈഡിൽ 20 പില്ലർ. ടോട്ടലി എത്ര പില്ലർ ഉണ്ടെന്ന് അറിയാമോ? ടോട്ടലി 60 പില്ലർ. 60 പില്ലർ. ടാബർനാക്കിളിന്റെ ഫെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 60 പില്ലർ. 20 + 20 + 10 + 10. 100 മുഴം നീളം, 50 മുഴം വീതി. അതിന്റെ ഉയരം, ആ ഒരു പില്ലറിന്റെ ഉയരം, തൂണിന്റെ ഉയരം 5 മുഴം. അതിന് ചുറ്റിനും വെള്ള തുണിയും കൊണ്ട്, പിരിച്ച പഞ്ഞിനൂലും കൊണ്ട് അതിന് ഫെൻസിങ് ഉണ്ടാക്കിയേക്കാണ്. വാതിലിന്റെ അടുക്കൽ മാത്രം 4 കളറിലുള്ള നൂലുകൾ കൊണ്ടുള്ള കർട്ടൻ ഇട്ടേക്കാണ്. ഇനി ഇതിന്റെ അടുത്ത സ്ഥലം ഹോളി പ്ലേസും മോസ്റ്റ് ഹോളി പ്ലേസും. ഹോളി പ്ലേസും മോസ്റ്റ് ഹോളി പ്ലേസും. ഹോളി പ്ലേസിന്റെ നീളം എന്ന് പറയുന്നത് 20 മുഴം നീളമാണ്. 20 മുഴം നീളം ഹോളി പ്ലേസിന്റെ നീളം. ഹോളി പ്ലേസിന്റെ വീതി എന്ന് പറയുന്നത് 10 മുഴം വീതി.
വിശുദ്ധ സ്ഥലത്തിന്റെ ഹോളി പ്ലേസിന്റെ നീളം എന്ന് പറയുന്നത് 20 മുഴം, അതിന്റെ വീതി 10 മുഴം. ഇനി അതിന് ഹൈറ്റ് ഉണ്ട്, അതിന് നല്ല ഉയരത്തിലാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പിക്ചറിൽ കാണാം, അവിടെ മറ്റൊരു കമ്പാർട്ട്മെന്റ് ആയിട്ട് അത് പണിതേക്കുന്നത് കണ്ടോ, മറ്റൊരു കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് പണിതേക്കുന്നത്. അതിന്റെ ഹൈറ്റ് 10 മുഴം. നിങ്ങൾക്ക് ഈ പിക്ചറിലൊക്കെ കാണാം, അത് മറ്റൊരു കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് പണിതേക്കുന്നത്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പം അത് ഒറ്റ കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് തോന്നുന്നതെങ്കിലും അകത്ത് അത് 2 കമ്പാർട്ട്മെന്റ്, അത് 2 സ്ഥലം. അതിനകത്ത് കർട്ടൻ ഇട്ട് അതിനെ വേർതിരിച്ചേക്കുക. അപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ മെഷർമെന്റ് പറഞ്ഞു പോകട്ടെ. ഹോളി പ്ലേസിന്റെ നീളം 20, വീതി 10, ഹൈറ്റ് 10 മുഴം. അപ്പൊ അതിനെ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓക്കെ, അതിന്റെ ഇനിയും ഹോളി പ്ലേസിന്റെ മോസ്റ്റ് ഹോളി പ്ലേസിന്റെ വീതിയും നീളവും ഉയരവും സെയിമാ. 10 into 10 into 10 ക്യൂബിറ്റ്സ്. നീളം 10 ക്യൂബിറ്റ്സ്, വീതി 10 ക്യൂബിറ്റ്സ്, ഹൈറ്റ് 10 ക്യൂബിറ്റ്സ്. 15 into 15 into 15. റൈറ്റ്. ഈ ഒരു 2 സ്ഥലത്തിനും കൂടെ ചേർന്ന് പറയുന്ന പേര് എഴുതിക്കോണം. ഈ ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ ഇപ്പൊ അകത്തെ കമ്പാർട്ട്മെന്റ് 2ആയിട്ട് കണ്ടു, ഒറ്റയ്ക്ക് ചേർന്ന് പറയുന്ന പേരാണ് മിഷ്കാൻ. മിഷ്കാൻ. അത് വെളിയിൽ നിന്ന് നോക്കുമ്പം ഒറ്റ കമ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ അകത്തത് 2 കമ്പാർട്ട്മെന്റ് ആണ്, 2 പോർഷൻ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വീതിയും നീളവും ഉയരവും ഒക്കെ കിട്ടി, അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും ഈ മിഷ്കാൻ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെളിച്ചം കയറത്തില്ല, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. പക്ഷെ പ്രാകാരത്തിൽ വെളിച്ചം കയറും. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ എഴുതി വെച്ചു, അതിനെക്കുറിച്ചുള്ള അർത്ഥം ഞാൻ പറയാമെന്ന്. ഒന്ന് നോട്ട് ചെയ്താൽ മതി, അടുത്തൊരു ക്ലാസ്സിൽ എപ്പോഴെങ്കിലും നമുക്ക് പറയാം. വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് ഓർപ്പിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഉപകരണത്തെ കുറിച്ച് നമ്മളൊന്ന് നോക്കിയിട്ട് പോവാം. ഒന്നാമത് വാതിലിൽ അങ്ങോട്ട് കയറി വരുന്ന ഉടനെ, ഇതിനെ ഇൻഡിവിജ്വലി നമ്മൾ പഠിക്കും. കയറി വരുന്ന ഉടനെ കാണുന്നത് ബ്രേസൺ ആൾട്ടർ, താമ്രം കൊണ്ടുള്ള യാഗപീഠം. താമ്രം കൊണ്ടുള്ള യാഗപീഠം. ഞാൻ അവിടെ യാഗപീഠം എന്ന് പറഞ്ഞു പോയോ, കാരണം നമുക്ക് അടുത്ത ഒരു സ്ലൈഡ് ഇതിനു വേണ്ടി മാത്രമുണ്ട്. യാഗപീഠം, അവിടെ യാഗം നടത്തണം. യാഗം നടത്തിയിട്ടാണ് മുന്നോട്ട് വരുന്നത്. എത്ര യാഗങ്ങൾ നടത്തുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാണും. രണ്ടാമത്തെ ഉപകരണമാണ്, ഫർണിച്ചർ ആണ് ഇരിക്കുന്നത്. ബ്രേസൺ ലേവർ, താമ്രത്തൊട്ടി. ലേവർ, താമ്രത്തൊട്ടി. പുരോഹിതന്റെ കൈകളും കാലുകളും കഴുകുവാൻ അവിടെ താമ്രത്തൊട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് വെള്ളമുണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ സ്റ്റഡിയാണ്, നമ്മളത് കാണും. ഇവിടെ രക്തം ചീന്തി യാഗം നടത്തി, യാഗത്തിന്റെ മൃഗത്തിന്റെ രക്തത്തോടു കൂടെ അകത്തേക്ക് ഈ കൈകളും കാലുകളും കഴുകിയിട്ട് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കും. അകത്തേക്ക് കയറുമ്പോൾ അവിടെ 3 ഉപകരണങ്ങൾ ഇരിപ്പുണ്ട്. സൗത്ത് സൈഡിൽ 7 തണ്ടുകൾ കൊണ്ടുള്ള ലാംപ് സ്റ്റാൻഡ്, നിലവിളക്ക്, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്. അതിന് മറ്റൊരു പേര് പറയും മനോര. നമ്മൾ അതിനെക്കുറിച്ചും കാണും. നിങ്ങളിപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാഴ്ചയപ്പത്തിന്റെ മേശ, ഷോ ബ്രെഡ് ടേബിൾ. അതിൻ്റെ മുമ്പിലായിട്ട്, അതിന് മുമ്പിൽ തിരശീലയ്ക്ക് മുമ്പിലായിട്ട്, അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതിന് മുമ്പേ ഒരു തിരശീലയുണ്ട്, വെയിലുണ്ട്. അതിൻ്റെ മുമ്പിലായിട്ട് വെച്ചിരിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരാണ് ആൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപവർഗപീഠം. ഞാൻ എവിടെയെങ്കിലും സ്പീഡിനെ പോകുന്നെങ്കിൽ നിങ്ങൾ പറയണേ. അതിന്റെ മുമ്പിൽ, ധൂപവർഗപീഠത്തിന്റെ മുമ്പിലായിട്ട് ഒരു കർട്ടൻ ഉണ്ട്, ഒരു തിരശീലയുണ്ട്. ആ തിരശീല കളറ്, തിരശീലയുടെ ഡിസൈന്, തിരശീല എത്ര പില്ലർ ഉണ്ട്, അതെല്ലാം നമ്മൾ കാണും. അടുത്ത സ്ഥലത്തേക്ക് കയറുക, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കയറുക. ആ സ്ഥലത്തേക്ക് കയറുമ്പോൾ അവിടെ 2 ഉപകരണമുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ ഒന്നേ ഉള്ളൂ. അതിന് പറയുന്ന പേരാണ് ആർക്ക് ഓഫ് കവനന്റ്,
ദൈവത്തിന്റെ നിയമത്തിന്റെ പെട്ടകം. നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ കൃപാസനം അല്ലെങ്കിൽ മേഴ്സി സീറ്റ് എന്ന് പറയുന്ന അടുത്തൊരു ഉപകരണം കൂടെ ഉണ്ട്. അതിനെ നമ്മൾ ഒന്നായിട്ടാ കാണുന്നത്, പക്ഷെ അത് രണ്ട് ഉപകരണമാണ്. ബൈബിളിലും രണ്ടായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലായില്ലേ? ഇത് വായിക്കുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ്. ഞാനും ഇത് പഠിക്കാൻ നോക്കിയിട്ട് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കർത്താവ് കണ്ണു തുറന്നപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ദൈവമക്കൾക്ക് മനസ്സിലാവും. നമ്മൾ ഇതിനെ ഇൻഡിവിജ്വൽ ഈ ഫർണിച്ചറിനെ എടുത്ത് നമ്മൾ കാണുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. അതിന്റെ വാക്യങ്ങൾ എവിടെ കിടക്കുന്നേ അതെല്ലാം കാണും. ഇനി ഈ ടാബർനാക്കിൾ പണിയാൻ ടോട്ടലി 7 മാസം എടുത്തു. 7 മാസം എടുത്തു. ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞ സമയത്ത് ജോൽബർ എന്നോട് ചോദിച്ചായിരുന്നു 7 മാസം എടുത്തു എന്നുള്ളതിന്റെ എന്തുവാണ് കണക്ക്. നിങ്ങൾ അതും കൂടി എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ കണക്കിലേക്കൊന്ന് വരിക. ഈ ദൈവവചനത്തിൽ ദൈവം ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് അവർ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ഡേറ്റുകളുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ല, അത് ടൈം ആൻഡ് സീസൺ എന്ന് പറയുന്ന ഒരു വിഷയം പഠിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ലൈഫ് ലൈറ്റ് ടീമിനകത്തുള്ളവർക്ക് അറിയാം, 2018 18 മുതൽ 19 ആ വർഷങ്ങളിൽ, 17 18 ആ വർഷങ്ങളിൽ ഞങ്ങളുടെ തീം അതായിരുന്നു, ടൈം ആൻഡ് സീസൺ. യുവജനങ്ങളുടെ കൂടെയുള്ള വർക്കിൽ അപ്പം എങ്ങനെ ടൈം ഉണ്ടാകുന്നത്, എങ്ങനെ സീസൺ ഉണ്ടാകുന്നത് എന്ന് തൊട്ട് തുടങ്ങിയുള്ള സയന്റിഫിക് കാര്യങ്ങൾ തൊട്ട് ഇതുമായിട്ട് ബൈബിളിന് എന്തെങ്കിലും ബന്ധമുണ്ട് അവിടം തൊട്ട് തുടങ്ങും. പക്ഷെ ബൈബിളിൽ ദൈവവചനത്തിൽ ഡേറ്റുകൾ ചിലത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര അർത്ഥമാണ്. ചിലടത്ത് സമയം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിന് ഭയങ്കര അർത്ഥമാണ്. ഓക്കെ, ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്താണ് പെസഹ നടത്തേണ്ടത്. ബൈബിളിലെ ദിവസം തുടങ്ങുന്നത് രാത്രിയല്ല. ബൈബിളിലെ ദിവസം തുടങ്ങുന്നത് സന്ധ്യയ്ക്ക. നമുക്ക് രാത്രി 12 മണിക്കാ ദിവസം തുടങ്ങുന്നത്. മറ്റു ചിലർക്ക് രാവിലെ 10 മണിക്കാ. ആബീബ് മാസം 14-ാം തീയതി അവര് പെസഹ ആചരിച്ചു. എവിടെ പെസഹ ആചരിച്ചു? മിസ്രൈമിൽ. അവിടുന്ന് അന്ന് രാത്രി തന്നെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇസ്രായേൽ മക്കൾ യാത്ര തിരിക്കുന്നത് ആബീബ് മാസം 15-ാം തീയതി തൊട്ടാ യാത്ര തിരിക്കുന്നത്. ബൈബിളിലുണ്ട്, ഡേറ്റ് ഉണ്ട്, 15-ാം തീയതി തൊട്ട് യാത്ര തിരിക്കുന്നത്. പക്ഷെ 7 മാസത്തിന്റെ കണക്ക് ഞാൻ പറയുക. റൈറ്റ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വന്നേ. 16-ാം അധ്യായത്തിൽ അവിടെ ഒരു ഡേറ്റ് കാണാം. അവർ ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും ഏലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. ഓക്കെ, മതി ടീച്ചറെ. ഞാനത് ലൈഫ് ലൈറ്റ് ടീമിലുള്ളവർ രണ്ടുപേരിനകത്തോട്ട് 2-3 പേരുള്ളത് കൊണ്ട് ഞാൻ അവിടെ ചോദിക്കാം, എത്ര ദിവസമായി ഇപ്പൊ ഇവരോട് വന്നിട്ട്? എത്ര ദിവസമായി? 2-ാം മാസം 15-ാം തീയതി ഇവർ ഏലീമിൽ വന്നു. സീനായിക്ക് മധ്യയുള്ള സീൻ മരുഭൂമി വന്നു. എത്ര ദിവസമായി വന്നിട്ട്? 30 ദിവസമായി. 30 ദിവസം. 1-ാം മാസത്തിന്റെ 15-ാം തീയതി അവരവിടുന്ന് ഇറങ്ങുന്നത്. 2-ാം മാസത്തിന്റെ 15-ാം തീയതി അവരവിടെ എത്തി. എത്ര ദിവസമായി? നമ്മുടെ കലണ്ടർ അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു, നമ്മൾക്ക് സോളാർ കലണ്ടറിൽ 30 31 ദിവസമുണ്ട്. ലൂണാർ കലണ്ടറിൽ 29 30 ഉള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. 30 ദിവസം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വരിക. 19-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അടുത്തൊരു ഡേറ്റ് കാണാം. ഇസ്രായേൽ മക്കൾ എത്തിയേക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിൽ എത്തി. 3-ാം മാസത്തിന്റെ അതേ ദിവസം. അതിന്റെ ഇംഗ്ലീഷ് വേർഡും അതിന്റെ സ്റ്റഡികളിലും പറയുന്നത് the very first day of the third month. 3-ാം മാസത്തിന്റെ ആദ്യത്തെ ദിവസം. ഞാൻ അതിനെ ദിവസങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതൊന്നും പറയാതെ നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ട് വേറൊരു വിഷയമായതുകൊണ്ട് അവിടെ നിന്ന് പറയാം. 3-ാം മാസം എത്തി. ഇവിടെ വെച്ചാണ് ദൈവം ഉടമ്പടി ചെയ്യുന്നത്. ഈ പർവ്വതത്തിൽ വെച്ച ഉടമ്പടി ചെയ്യുന്നത്. നിങ്ങൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? നിങ്ങളെ ഞാൻ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ചു കൊണ്ടുവന്നു, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വമാണ്, നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടോ? അവർ എഗ്രി ചെയ്തു. ദൈവം പറഞ്ഞു, ഇന്നും നാളെ നിങ്ങൾ ശുദ്ധീകരിക്കുക, 3-ാം ദിവസം ഞാൻ ഇറങ്ങി വരാം. ആ 3-ാം ദിവസം ഇറങ്ങി വരുമ്പം നിങ്ങളോട് ഞാൻ ഉടമ്പടി ചെയ്യാം. 3-ാം ദിവസം ഇറങ്ങി വന്നതിന്റെ കാര്യങ്ങളൊക്കെ ബൈബിളിൽ പുറപ്പാട് 19 പറയുന്നുണ്ട്. ദൈവമക്കൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ആദ്യത്തെ ദിവസം അത് പറഞ്ഞത് ഫസ്റ്റ് ഡേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതിനുശേഷം അപ്പൊ 3-ാം മാസം എന്ന് ഓർത്താൽ മതി, ഈസി ആയിട്ട് ഓർത്താൽ മതി. 3-ാം മാസം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചതിന്റെ 3-ാം മാസം അവരവിടെ എത്തി. അടുത്ത 40 ദിവസം കഴിഞ്ഞു. മോശ പർവ്വതത്തിൽ ഇരിക്കുക.
ഈ ഉടമ്പടി കഴിഞ്ഞിട്ട് പർവ്വതത്തിൽ ഇരിക്കുക 40 ദിവസം. പിന്നെയും ഒരു 40 ദിവസം കാണാം. 80 ദിവസം. ടോട്ടലി 80 ദിവസമല്ല, നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 90 ദിവസം പോയെന്ന് വെച്ചു. അടുത്ത 3 മാസം പോയെന്ന് വെച്ചു. അപ്പൊ 3-ാം മാസത്തിന്റെ 1-ാം തീയതി വന്നു. അടുത്ത 3 മാസം പോയി. എങ്ങനെ ഈ 3 മാസം പോയത്? 40 ദിവസം പർവ്വതത്തിലിരുന്നു, അടുത്ത 40 ദിവസം പിന്നെയും പർവ്വതത്തിലിരുന്നു, അങ്ങനെ 80. ഇതിനിടയ്ക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി 10 ഡേയ്സും കൂടെ വെക്കുക. അപ്പൊ ടോട്ടലി 90 ദിവസം, 3 മാസം വെച്ചു. അപ്പൊ 3-ാം മാസം തൊട്ട് അടുത്ത 3 മാസം എന്ന് പറഞ്ഞാൽ 80 ദിവസത്തോളം മോശ പർവ്വതത്തിന് മുകളിലായിരുന്നു. അവിടെ വെച്ചാണ് ദൈവം പറയുന്നത് ഈ പെട്ടകം, ഈ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കേണ്ടത്. 3-ാം മാസം സീനായി പർവ്വതത്തിന്റെ താഴ്വരെ വന്നു. അവിടെ വെച്ചാണ് ദൈവം ടാബർനാക്കിൾ പണിയാൻ പറയുന്നത്. അവിടെ അവർ താമസിക്കുക. പക്ഷെ പണി തുടങ്ങുന്നത് ഏകദേശം 90 ദിവസം കഴിയുമ്പോഴാണ്. അവിടെ വെച്ച് ഉടമ്പടിയൊക്കെ നടന്നു. ഉടമ്പടി നടന്നു. അതിനുശേഷം ദൈവം മോശയോട് പറഞ്ഞു, നീ പർവ്വതത്തിലേക്ക് കയറി വാ, കത്തുന്ന തീക്കകത്തേക്ക് കയറി വാ. അവിടെ ദൈവത്തിന്റെ കൂടെ ഇരുന്നു. പിന്നെ ദൈവം പറഞ്ഞു, താഴേക്ക് പോയി നിങ്ങൾ മൂപ്പന്മാരെ വിളിച്ചോണ്ട് പോവാ. അവിടെ പിന്നെയും അടുത്ത ദിവസം കയറുന്നത് കാണാം. ഇങ്ങനെ 6-ാം മാസം തൊട്ട് പണി തുടങ്ങി. ഇനി പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 1-ാം മാസം 1-ാം തീയതി നീ സമാഗമന കൂടാരമെന്ന തിരുനിവാസം നിവർക്കേണം. ഓക്കെ, ദൈവം പറഞ്ഞു ഇതിന്റെ പണിയെല്ലാം കഴിയുമ്പോ എന്ന് നിവർക്കണം? 1-ാം മാസം 1-ാം തീയതി. അപ്പൊ ഇനി അതിന്റെ ഈ 17-ാമത്തെ വാക്യം വായിച്ചേ. ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. അപ്പൊ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. അപ്പം ഇതിനെക്കുറിച്ച് 7 മാസക്കാലം എടുത്തു ടാബർനാക്കിളിന്റെ പണി കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, ജോൽബറെ പുറപ്പാട് പുസ്തകം 19-ന്റെ 1-ൽ അവർ വന്ന ഡേറ്റ് പറയുന്നുണ്ട്. അല്ല, അത് നമ്മൾ തിരുനിവാസം നിവർക്കുന്നത് 40-ന്റെ പുറപ്പാട് പുസ്തകം 40-ന്റെ 2-ഉം 17-ാം വാക്യവും. ഓക്കെ, ചില ആൾക്കാർ പറയുന്നുണ്ട് 6 മാസമേ എടുത്തുള്ളൂ. ചില ആൾക്കാർ പറയുന്നത് 6 മാസമേ എടുത്തുള്ളൂ. ഇത് 7 മാസക്കാലം എന്ന് പറയുന്നത് ഇതൊക്കെ അപ്രോക്സിമേറ്റ്ലിയാ കേട്ടോ. ഇതൊക്കെ അങ്ങ് ആക്യുറേറ്റ് കണക്കെന്ന് പറയാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി 7 months. ഈ 7 months എന്ന് പറയാനുള്ളതിന്റെ സ്റ്റഡി എങ്ങനെ? ഇസ്രായേൽ മക്കൾ എന്നാ സീനായി പർവ്വതത്തിന്റെ താഴ്വര വന്നത്? അത് കഴിഞ്ഞ് ഒരു 40-80 ദിവസം പോയി മോശ പർവ്വതത്തിൽ ഇരിക്കുന്നത്. അവിടെ വെച്ചാണ് ദൈവം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. മോശ പിന്നെ താഴേക്ക് വരുന്നു, അതിന്റെ പണി തുടങ്ങുന്നു. പിന്നെ അവർ യാത്ര ഇതിന്റെ നിവർക്കുന്നത് എന്നാന്നുള്ളത് 40-ാം അധ്യായത്തിലാണ് പറഞ്ഞേക്കുന്നത്, 2-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും. അപ്പൊ ഇതിന്റെ കണക്ക് ടോട്ടലി 7 മാസക്കാലം ടാബർനാക്കിളിന്റെ പണിക്ക് വേണ്ടി എടുത്തു. റൈറ്റ്, നമ്മൾ ഇനി ഈ സ്ലൈഡിൽ നിന്ന് മാറുകയാണ്. ഇത്രയും നേരം നമ്മൾ അതിന്റെ ഹൈറ്റ് കണ്ടു. ഇനി നമ്മൾ അതിന്റെ ഒരു പില്ലറിനെ കുറിച്ച് കാണാൻ വേണ്ടി പോവാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു പിക്ചർ കാണാമോ? ഒരു പില്ലറിന്റെ പിക്ചർ കാണാമോ? നമ്മൾ ഇനി ആ ഒരു പില്ലറിനെ കുറിച്ച് പഠിക്കാൻ പോകും. ഒരു പില്ലർ, ഏത് പില്ലറാ? പ്രാകാരത്തിന് ചുറ്റുമുള്ള പില്ലർ. ഈ ഒരൊറ്റ പില്ലറിൽ യേശു കർത്താവിനെ കുറിച്ചുണ്ട്. ഈ ഒറ്റ പില്ലർ യേശു കർത്താവിനെ കുറിച്ചുണ്ട്. ഈ പില്ലറിന്റെ ഹൈറ്റ് പുറപ്പാട് പുസ്തകം 27-ന്റെ 18-ൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 27-ന്റെ 18. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. 5 മുഴം ഉയരം ഉണ്ടായിരിക്കണം. 5 മുഴം ഉയരം എന്ന് പറയുന്നത് എത്ര ആയിരുന്നു ഇന്നത്തെ ഫീറ്റിലേക്ക്? 7.5 ഫീറ്റ്. 7.5 ഫീറ്റ് ടു 9 ആണ്. പക്ഷെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. 7.5 ഫീറ്റ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഓക്കെ, ഇനി അതിന് എന്തുവാണ് അതിന്റെ ചുറ്റിനും ഫെൻസിങ് ആയിട്ട് വെക്കേണ്ടത്? പിരിച്ച പഞ്ഞിനൂല്. പുറപ്പാട് പുസ്തകം 27-ന്റെ 9 മുതൽ കിടപ്പുണ്ട്. 19 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽ കിടപ്പുണ്ട്. പിരിച്ച പഞ്ഞിനൂൽ. 60 പില്ലറുണ്ട്. 60 പില്ലർ എങ്ങനെയാ നിങ്ങൾക്കറിയാം? 20 പില്ലർ നോർത്ത് സൈഡിൽ, സൗത്ത് സൈഡിൽ 20 പില്ലർ, ഈസ്റ്റിലും വെസ്റ്റിലും 10. ഈ പില്ലറിന്റെ ഹൈറ്റ് പറഞ്ഞു. പക്ഷെ ഈ പില്ലറിന് അടുത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ ടോപ്പില് സിൽവറും കൊണ്ടുള്ള ഒരു ക്യാപ്പ് ഉണ്ട്, ഒരു ക്രൗൺ ഉണ്ട്. സിൽവറും കൊണ്ട് ഒരു ക്യാപ്പ് ഉണ്ട്. ദൈവം പറഞ്ഞു ഇതിന് മുകളിൽ സിൽവറും കൊണ്ടൊരു ക്യാപ്പ് വേണം. അത് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം തൊട്ട് അതിന് കിടപ്പുണ്ട്.
താമ്രം കൊണ്ട് തൂണുകളും കൊളുത്തുകളും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടായിരിക്കണം. നിങ്ങൾ കണ്ടോ? ഇതിന്റെ ടോപ്പ് ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ എന്ത് മെറ്റീരിയലാ ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞേ? സിൽവർ, വെള്ളി. ഈ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് യേശു കർത്താവിന്റെ മൊത്തം ക്രൂശീകരണം കിടപ്പുണ്ട്. അതുപോലെ ബ്യൂട്ടിയാണ്. വെള്ളിയും കൊണ്ടുണ്ടാക്കണം. ഈ വസ്തുക്കളെല്ലാം വെള്ളിയ. സിൽവർ ഹുക്കും ഉണ്ട്, രണ്ട് സൈഡിലേക്കും സിൽവർ ഹുക്കുണ്ട്, സിൽവർ ടോപ്പ് ഉണ്ട്. എന്നിട്ട് ഇതിന്റെ തൂണുണ്ട്. ഈ തൂൺ ഏത് മരമാ? ഷിത്തീം വുഡ് അല്ലെങ്കിൽ കതിര മരം. ഇതിന്റെ താഴെ ഇത് മരുഭൂമിയിൽ നിൽക്കണമെങ്കിൽ ഈ മരുഭൂമിയുടെ ഇതിനകത്ത് കുഴിച്ചിടാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞ കുഴിച്ചിടാനല്ല, ഒരു താമ്രം കൊണ്ട് ഒരു ചുവടിനകത്ത് ഇത് ഇറക്കി വെക്കണം. താമ്രം കൊണ്ടുള്ള ഒരു ചുവടിനകത്ത്. മരുഭൂമിയുടെ മണ്ണിൽ കാറ്റുകളിൽ അത് വീഴാതിരിക്കണമെങ്കിൽ അത് താമ്രം കൊണ്ടുള്ള ഒരു ചുവടിൽ അതിനെ ഇറക്കി നിർത്തണം. നിങ്ങൾ കണ്ടോ അതിന്റെ 10-ാം വാക്യം? അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. ദൈവമക്കളെ വാക്യം കിട്ടിയോ? ഞാൻ വായിപ്പിച്ചു, ഓരോന്നോരോന്ന് എടുത്ത് വായിപ്പിച്ച് മുന്നോട്ട് പോകാതെ പറഞ്ഞു പൊക്കോട്ടെ. പുറപ്പാട് പുസ്തകം 27-ന്റെ 10-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ, എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പം ഏറ്റവും ടോപ്പിൽ വെള്ളി, അതിന്റെ ഹുക്കുകൾ വെള്ളി, അതിന്റെ താഴത്തെ ബേസ് എന്തുവാണ്? താമ്രം അല്ലെങ്കിൽ ബ്രാസ്. ഇതിനകത്ത് ഇറക്കി വെച്ചേക്കുന്നത്. ഇനിയും അതിന്റെ 2 സൈഡിലേക്കും നൂലുകൾ പോകുന്നുണ്ട്. ആ നൂലുകൾ പിരിച്ച ഈ നൂല് ആടിന്റെ രോമം കൊണ്ട് 11 സ്ട്രിങ്സ് ആയിരിക്കും അതിനകത്ത് പിരിക്കുന്നത്. 11 സ്ട്രിങ്സ് ആയിട്ട് അത് ഒന്നിച്ച് പിരിക്കുക. 11 സ്ട്രിങ്സ് ഒന്നിച്ച് പിരിച്ചിട്ട് അതാണ് ഒരു കയറായിട്ട് നൂലായിട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിന്റെ താഴേക്ക് സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിന്റെ അകത്തും ഒരു കുറ്റി വരും, പുറത്തും ഒരു കുറ്റി വരും. ആ കുറ്റി രണ്ടും താമ്രമാണ്. ഓക്കെ, ദയവായി കാണാമോ? ഇതിന്റെ ടോപ്പിൽ നിന്നുകൊണ്ട് ഒരു കയറ് താഴേക്ക് വന്നേക്കുന്നത്, അവിടെ ഒരു കുറ്റിയുണ്ട്. ഇതിന്റെ അകത്തേക്കും പോയിട്ടുണ്ട് ഒരു കയറ്. 2 സൈഡിലേക്ക് ഇത് വലിച്ചു കെട്ടിയേക്കുക, 2 സൈഡിലേക്കും. റൈറ്റ്. ഈ താഴത്തെ 2 കുറ്റികൾ വരുന്നത് അല്ലെങ്കിൽ ഈ 2 കൊളുത്തുകൾ വരുന്നത്, താഴത്തെ ആ ഹുക്ക് വരുന്നത് താമ്രമാണ്. താഴത്തെ മെറ്റീരിയൽ എല്ലാം താമ്രമാ, മേളത്തെ മെറ്റീരിയൽ എല്ലാം സിൽവറാ. ഞാൻ ഇനി ഇതെന്തിനെ ചിത്രീകരിക്കുന്നെന്ന് പറയാൻ പോവാം. ഓക്കെ, താഴത്തെ ഹുക്കിനെ കുറിച്ച് കൂടെ ഒരു വേർഡ് പറഞ്ഞു പോകട്ടെ. താഴത്തെ ആ ഹുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കും, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ. അങ്ങനെ അത് അതിന്റെ പകുതി അടിച്ച് മണ്ണിൽ കയറ്റി വെക്കണം, പകുതി മേളിൽ നിൽക്കണം. ആ കുറ്റിയുടെ ആ ആണിയുടെ ഷേപ്പ് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ. അത് യഹൂദന്മാരുടെ ആൽഫബറ്റിൽ, യഹൂദന്മാർക്ക് അവരുടെ അക്ഷരമാലയിൽ 22 അക്ഷരമാണുള്ളത്. അവരുടെ ആൽഫബറ്റിൽ 22 അക്ഷരമാണുള്ളത്. അതിലെ 6ാമത്തെ അക്ഷരമായ വാവ്, VAV, നമ്മുടെ അക്ഷരത്തിന് ആ ഇ എന്നുള്ള അക്ഷരത്തിനോ ABCDക്കോ അതിനെ പിക്ചോറിയലായിട്ട് കൺവേർട്ട് ചെയ്യാനോ അതിന് ന്യൂമറിക് വാല്യൂ ഇല്ല. നമ്മുടെ സിസ്റ്റത്തിൽ, കൾച്ചറിൽ അതില്ല. പക്ഷെ യഹൂദന്മാരുടെ ലെറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഹീബ്രു ലെറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ലെറ്ററിനെ ന്യൂമറിക്കായിട്ട് അതിന് വാല്യൂ ഉണ്ട്. ന്യൂമറിക്കായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം, പിക്ചോറിയലായിട്ടും അതിനെ കൺവേർട്ട് ചെയ്യാം. അതിന് ന്യൂമറിക് വാല്യൂ ഉണ്ട്, അതിനെ പിക്ചോറിയലായിട്ട് കൺവേർട്ട് ചെയ്യാം. വാല്യൂ എടുക്കുമ്പോൾ ആ സംഖ്യ 6 ആണ്. ആ കൊളുത്തിന്റെ ഷേപ്പും യഹൂദന്മാരുടെ ലെറ്ററും ഇരിക്കുന്ന കണ്ട ഏകദേശം ഒരുപോലെ, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കും, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ. അത് ഹാഫ് മണ്ണി കുഴിച്ചിടണം, അടിച്ചു കയറ്റി വെക്കണം, ഹാഫ് വെളിയിലിരിക്കണം. അതിലാണ് ഈ പിരിച്ച ആട്ടുകൊറ്റന്റെ രോമം നൂലാക്കിയത്, കയറാക്കിയത് കൊണ്ടുപോയി കെട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഞാൻ ഇതിനകത്തുനിന്ന് കർത്താവിനെ കുറിച്ച് വരച്ചു കാട്ടിയേക്കുന്നത് പറഞ്ഞു തരട്ടെ. എല്ലാവരും എഴുതി കഴിഞ്ഞെങ്കിൽ, ഇതിൽ ടോപ്പിൽ നിൽക്കുന്നത് സിൽവർ എന്തിനെ കാണിക്കുന്നു എന്നറിയാമോ? റിഡംഷൻ, വീണ്ടെടുപ്പ്. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരനായിരുന്നവൻ, ഉയരത്തിലിരുന്നവൻ, അവൻ പാപരഹിത മനുഷ്യനായി താഴേക്ക് ഇറങ്ങി വന്നു. ഖദിരമരം കാണിക്കുന്നത്
ഇൻകറപ്റ്റബിൾ മാൻ, പാപരഹിത മനുഷ്യനായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി ഇറങ്ങി വന്നേ? താമ്രം കാണിക്കുന്നത് എന്തിനെയാ? സഫറിങ് അല്ലേ? ജഡ്ജ്മെന്റ്, സഫറിങ്. അവൻ എൻ്റെ രക്ഷകനായി, സേവിയറായിട്ട് എൻ്റെ ശിക്ഷ ഏറ്റെടുക്കാൻ, എന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഇറങ്ങി വന്നു. അവൻ എങ്ങനെ ഇറങ്ങി വന്നു? പാപരഹിത മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. അപ്പൊ ഏറ്റവും ടോപ്പിൽ വെള്ളി കാണിക്കുന്നത് വീണ്ടെടുപ്പ്. എൻ്റെ വീണ്ടെടുപ്പുകാരനായിരുന്നവൻ, ഉയരത്തിലിരുന്നവൻ പാപരഹിത മനുഷ്യനായിട്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പക്ഷെ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ എന്തുവാ ചെയ്തത്? ആ ഭൂമിയിലേക്ക് ഉറച്ചു നിൽക്കാൻ സഫറിങ്, കഷ്ടത, വേദന, ന്യായവിധി, ശിക്ഷ ഏറ്റെടുത്തു. ജഡ്ജ്മെന്റ്, സഫറിങ്. എൻ്റെ രക്ഷകനായ എൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. ബ്രാസ് കാണിക്കുന്ന, താമ്രം കാണിക്കുന്നത് സഫറിങ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്. ഇനിയും ഈ നൂലുകൾ, അത് വെള്ളിയും കൊണ്ടുള്ള മേളത്തെ ആ കൊളുത്ത് വെള്ളിയ, അവിടുന്ന് നൂലുകളാ താഴേക്ക് വീണ്ടും ഭൂമിയിൽ വരുന്നത്. അത് ചിത്രീകരിക്കുന്നത്, ഈ നൂലുകൾ എന്തിന്റെ രോമമാ? ആടിന്റെ രോമം. അതെത്ര സ്ട്രിങ്സ് ആയിട്ട് പിരിക്കണമെന്ന്? 11 സ്ട്രിങ്സ് ആയിട്ട് പിരിക്കണം. ആടിന്റെ രോമം കിട്ടുന്നത് അല്ലെ എടുക്കുന്നത്, പ്രധാനപ്പെട്ടതായിട്ട് എടുക്കുന്നത്, അതിനെ ആടിനെ കാണിക്കുന്നതും ചിത്രീകരിക്കുന്നതും എല്ലാം സിൻ ഓഫറിങ്, പാപയാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ്, അല്ലെങ്കിൽ യാഗത്തിന് ഉപയോഗിക്കുന്ന മൃഗമാണ്. ഹോമയാഗം, പാപയാഗം, യാഗത്തിന് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മൃഗത്തിന്റെ രോമങ്ങൾ പിരിച്ച് അത് 11 സ്ട്രിങ്സ് ആക്കും. 11 എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കണക്ക് പ്രകാരം അത് ഡിസ്ട്രക്ഷൻ. യാഗമൃഗത്തെ, ആടിനെ എടുക്കുന്നതെന്ന് ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിക്കേണ്ടത് നിങ്ങൾ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കോലാട്ടിനെയും, ഹോമയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും, 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ചെമ്മരിയാടിൻ കുട്ടിയെയും. അത് പാപയാഗത്തിന് അല്ലെങ്കിൽ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗമാണ്. കണ്ടോ? ആ നൂലുകൾ താഴേക്ക് വന്നു. ഭൂമിയുടെ അകത്തേക്ക് ഒരു കുറ്റി, 6 എന്ന് പറഞ്ഞ ആ വാല്യൂ ഉള്ള യഹൂദന്മാരുടെ ലെറ്ററിനെ പോലെ ചിത്രീകരിക്കുന്ന അല്ല, അവരുടെ ലെറ്ററിനെ പോലെ തന്നെയാ അത്. ആ കുറ്റി 6 എന്ന അതിന്റെ വാല്യൂ, അതാ വാവ് എന്ന അതിന്റെ ചിഹ്നം. അത് ആ പകുതി അടിച്ച് ഭൂമിയിൽ വെക്കും, പകുതി മുകളിലോട്ട് കയറിയിരിക്കും. 6 എന്ന് പറഞ്ഞ സംഖ്യ കാണിക്കുന്നത് മനുഷ്യനെ കാണിക്കുന്ന സംഖ്യ 6. അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പകുതി ആ കുറ്റി ഭൂമിയിൽ അടിച്ചു വെച്ചേക്കുന്ന കാണിക്കുന്നത് ഹി വിൽ ബറീഡ്. അവൻ യാഗമായി, രോമം കാണിക്കുന്നത്, കോലാട്ടുകൊറ്റന്റെ രോമം കാണിക്കുന്നത് സിൻ ഓഫറിങ് അല്ലെങ്കിൽ യാഗമായിട്ട് അവൻ അർപ്പിക്കാൻ വേണ്ടി വരിക, തകരാൻ വേണ്ടി വരിക. അവൻ തകർന്ന് അവൻ ഭൂമിയിൽ കുഴിച്ചിടപ്പെട്ടു. അതിന്റെ പകുതി ആ കുറ്റിയുടെ മേളിലിരിക്കും. അത് കാണിക്കുന്നത് he will resurrected from the dead. അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. യെസ്, പറയാം ടീച്ചർ. നൂലുകളെ മൊത്തം ഒന്നുകൂടെ പറയണേ. ഓക്കെ. ഇതിന്റെ ഈ തൂണിന്റെ പ്രാകാരത്തിന് വെളിയിൽ നിൽക്കുന്ന ഒരു തൂണിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആ ചിത്രത്തിന് എല്ലാ തൂണുകൾക്കും ഏറ്റവും മുകളിൽ സിൽവർ ക്യാപ്പ് ഉണ്ട്. സിൽവർ ക്യാപ്പ്. അതിന്റെ മുകളിൽ സിൽവറും കൊണ്ടുള്ള, വെള്ളിയും കൊണ്ടുള്ള 2 കൊളുത്തുകളുമുണ്ട്. ആ കൊളുത്തുകൾ എന്ന് പറയുന്നത് നൂലുകൾ വലിച്ച് ഈ തൂണുകളെ നേരെ നിർത്താൻ വേണ്ടിയാ, മരുഭൂമി നിർത്താൻ വേണ്ടിയാ. ഈ തൂണുകൾ നേരെ പോയി നിൽക്കുന്നത് മണ്ണിലല്ല. ഈ തൂണ് നിൽക്കുന്നത് ബ്രാസും കൊണ്ടുള്ള, താമ്രം കൊണ്ടുള്ള ഒരു ചുവടിലാണ് നിർത്തേണ്ടത്. ബൈബിൾ പറഞ്ഞേക്കുന്നത്, ദൈവവചനത്തിൽ ദൈവം പറഞ്ഞേക്കുന്നത് താമ്രം കൊണ്ടുള്ള ചുവടിലാണ് നിർത്തേണ്ടത്. ഈ താമ്രം കൊണ്ടുള്ള ചുവടിൽ മാത്രം ഇത് നിൽക്കത്തില്ല. അതിനുവേണ്ടി മുകളിൽ നിന്ന് 2 നൂലുകൾ ഭൂമിയിലേക്ക് വരും. നൂലുകൾ എന്ന് പറയുന്നത് ആടിന്റെ രോമമാണ്. അത് 11 സ്ട്രിങ്സ് ആയിട്ട് പിരിച്ചേക്കുക. 11 സ്ട്രിങ്സ് ആയിട്ട് പിരിച്ച് ഒറ്റ കയറാക്കിയേക്കുക. അത് താഴേക്ക് വന്നിട്ട് ഒരു കൊളുത്തിനകത്ത്, ഒരു കുറ്റിക്കകത്ത്, ആണിക്കകത്ത് അടിച്ചു നിർത്തി ഇത് കെട്ടിവെക്കണം. ആ ആണി അല്ലെങ്കിൽ ആ ആണിയുടെ ഷേപ്പ്
ആറ്. ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഷേപ്പ് പോലെ ഇരിക്കുന്നത്. അത് യഹൂദന്മാരുടെ ആൽഫബറ്റിലുള്ള ഒരു ലെറ്ററാണ്. അതിനൊരു വാല്യൂ ഉണ്ട്, ആ ലെറ്ററിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് 6 എന്ന അതിന്റെ സംഖ്യ. അതൊരു ഹുക്കിന്റെ സിമ്പലായിരിക്കുന്നത്. അത് പകുതി ഭൂമിയിൽ അടിച്ചു കയറ്റണം, പകുതി വെളിയിൽ നിൽക്കണം. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി യേശുവിനെ കുറിച്ച് പറയുന്നത്, വെള്ളി, ടോപ്പിലെ വെള്ളി കാണിക്കുന്നത് എന്റെ വീണ്ടെടുപ്പുകാരനായിരുന്നവൻ, ഉയരത്തിലിരുന്നവൻ, അവൻ താഴേക്ക് ഇറങ്ങി വന്നു. എങ്ങനെ ഇറങ്ങി വന്നു? ആ ശുദ്ധി മുട്ട് കാണിക്കുന്നത് പാപരഹിത മനുഷ്യനായി ഇറങ്ങി വന്നു. അവൻ ഭൂമിയിലേക്ക് അത് വെച്ചിരിക്കുന്നത് താമ്രമാണ് കാണിച്ചിരുന്നത്. താമ്രത്തിനകത്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ജഡ്ജ്മെന്റ്, സഫറിങ്. അവൻ എന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ, എന്നെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇനി അതിന്റെ നൂലുകൾ മുകളിൽ നിന്ന് വരിക. ആ നൂലുകൾ കാണിക്കുന്നത് പാപയാഗത്തിനുള്ള മൃഗത്തിന്റെ രോമം. അത് 11 പിരിച്ചേക്കുക. പാപയാഗമായിട്ട് അവൻ യാഗമാകാൻ വേണ്ടി ഇറങ്ങി വന്നു. ഊനമില്ലാത്ത ആടിന്റെ രോമം എടുത്ത് ആ താഴത്തെ കുറ്റിയിൽ അടിച്ചു വെക്കുമ്പം പകുതി അത് ഭൂമിയിലേക്ക് ഇരിക്കണം, പകുതി മേളിലേക്ക് ഇരിക്കണം. അത് കാണിക്കുന്നത് 6 എന്നുള്ള സംഖ്യ മനുഷ്യനെന്ന സംഖ്യ. മനുഷ്യനായിട്ട് വന്ന അവൻ മരിക്കപ്പെടും, ഭൂമിക്ക് അവനെ കുഴിച്ചിടും, കല്ലറയിൽ അവനെ അടക്കും. പക്ഷെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും. മുകളിലോട്ട് ഇരിക്കുന്നത് ഒറ്റ തൂണിനകത്ത് യേശു കർത്താവിനെ കുറിച്ച് പിതാവാം ദൈവം വരച്ചു കാട്ടിയേക്കുക. ഇതെല്ലാം നമുക്കിതൊക്കെ അത്ര സിംബോളിക്കായിട്ട് നമ്മൾ പഠിക്കാറില്ല. ഇതിനൊക്കെ സിംബോളിക് ഉണ്ടോ എന്ന് പഠിക്കാറില്ല. പക്ഷെ യഹൂദന്മാർക്ക് അവർക്ക് അവരുടെ ലെറ്ററും അവരുടെ ചരിത്രവും പഠിക്കുമ്പോൾ, അവരുടെ കൾച്ചർ പഠിക്കുമ്പം അവർക്ക് ഇതെല്ലാം സിംബോളിക് ഉണ്ട്. താഴത്തെ ഉപകരണങ്ങൾ മൊത്തം, ഭൂമിയിലേക്ക് നിൽക്കുന്ന ഉപകരണങ്ങളെല്ലാം താമ്രമാണ്. അവിടത്തെ പ്രാകാരത്തിലെ ഉപകരണം. അപ്പം ആലയത്തിന്റെ അകത്തേക്കും കുറ്റിയുണ്ട്, ഈ നൂലിനെ അടിച്ചു നിർത്തിയിട്ടുണ്ട്. ആലയത്തിന് വെളിയിലും ഇതിനെ അടിച്ചു നിർത്തിയിട്ടുണ്ട്. നടുക്കാണ് നിൽക്കുന്നത്. യഹൂദനെന്നുമില്ല, യവനനെന്നുമില്ല. ആലയത്തിന് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും യേശുവിൽ കൂടെ രക്ഷയുണ്ട്. യേശുവിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ.